രേണുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, എനിക്ക് തോന്നിയ കുറേ സംശയങ്ങൾ, രേണു പറയുന്ന കാര്യങ്ങളുടെ കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനത് പറയാം. ആ കാര്യങ്ങളുടെ കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റിദ്ധാരണയാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ന്യായമുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്താണെന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം അതിനൊരു ക്ലാരിറ്റി, അതിനുള്ളൊരു നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തണേ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പറയണം. കാര്യം എൻ്റെ മാത്രം സംശയമാണോ എന്ന് അതറിയാൻ വേണ്ടിയാണ്. ഈ രേണു സുധി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, എനിക്കും അറിയാവുന്ന പോലെ തന്നെ ക്യാൻസർ രോഗിയാണ്. നമ്മുടെ ബന്ധുക്കൾക്കായാലും ശരി, ശത്രുക്കൾക്കായാലും ശരി, ആർക്കും തന്നെ ക്യാൻസർ രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. രേണുവിൻ്റെ അസുഖവും പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ, പഴയതുപോലെ വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രേണുവിൻ്റെ ഈ ക്യാൻസർ രോഗം, രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് രേണു പറഞ്ഞെന്ന് പറയുമ്പോൾ, രേണുവിന് ക്യാൻസർ ആദ്യമേ വർഷങ്ങൾക്ക് മുമ്പേ ക്യാൻസർ ഉണ്ടെന്നും, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രേണുവിന് ക്യാൻസർ സ്ഥിരീകരിച്ചതാണെന്നും, ബ്രസ്റ്റിൽ ചെറിയ രീതിക്ക് മുഴയുണ്ടായിരുന്നു എന്നും ഒക്കെ രേണു തന്നെ പറഞ്ഞ കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറയുമ്പോൾ 14 വയസ്സ് അല്ലേ? ഈ 14 വയസ്സുള്ള രേണു ഒറ്റയ്ക്ക്, വീട്ടിലാരെയും കൂട്ടാതെ, അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും തന്നെ ഇല്ലാതെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട്, ഡോക്ടർ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. ആ രോഗം ക്യാൻസറാണെന്ന് ഈ പറയുന്ന 14 വയസ്സായ രേണുവിനോട് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? എനിക്ക് അറിഞ്ഞൂടാതെ ചോദിക്കുന്നത്. അങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? 14 വയസ്സായ ഒരു കൊച്ചു ചെന്ന് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ഇതുപോലുള്ള രോഗം നിർണ്ണയിക്കാൻ പോയാൽ ഏതെങ്കിലും ഡോക്ടർ നോക്കുമോ? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ 14 വയസ്സായ ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ വിടുമോ വീട്ടുകാർ? അതേ അത്രയ്ക്കും കെഴുപ്പുകെട്ട വീട്ടുകാരാണോ ഈ ഇതിൻ്റെ രേണു രേഷ്മ തങ്കച്ചൻ എന്നൊക്കെ പറയുന്നത്? അത്രയ്ക്കും ഇതില്ലാത്ത, ഒരു കാര്യവും നോക്കാത്ത തദ്ദേനാണോ, അല്ലെങ്കിൽ തള്ളയാണോ? അമ്മയച്ഛനൊക്കെ ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പം അന്നത്തെ കാലത്ത് എന്തുകൊണ്ട് നോക്കിയില്ല? അപ്പം ഞാൻ പറയുന്നത്, ഈ 14 വയസ്സിൽ ക്യാൻസർ എന്ന് പറഞ്ഞ കാര്യം പച്ച നുണയാണ്, കള്ളം തന്നെയാണ്. അത് കള്ളം മാത്രമാണ്. 14 വയസ്സിൽ ക്യാൻസർ ബാധിച്ചൊന്നും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്യാൻസർ ബാധിച്ചു, ഹോസ്പിറ്റലിൽ പോയി അന്ന് സ്ഥിരീകരിച്ചതാണ്, വീട്ടിൽ പോലും പറയാതെ, ആരെയോടും പറയാതെ മറച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാണ്. കാരണം നമുക്കൊക്കെ ഒരു പല്ലുവേന വന്നാൽ പോലും നമ്മൾ വീട്ടിലുള്ളവരോട് പറയാതിരിക്കില്ല. കാരണം ആ സമയത്തൊക്കെ അത്രയും ടെൻഷനും വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാളൊരു ക്യാൻസർ രോഗം പിടിച്ചിട്ട് വീട്ടിൽ പറഞ്ഞില്ല, വീട്ടുകാരോടൊന്നും അറിയിച്ചില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യം. മനുഷ്യരെ ഈ ആഹാരം കഴിക്കുന്ന, നെല്ലരി ആഹാരം കഴിക്കുന്ന, അല്ലെങ്കിൽ എരിവ് കൂട്ടി ആഹാരം കഴിക്കുന്ന നമ്മളെപ്പോലുള്ള മലയാളികളെയൊന്നും ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല രേണു മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ രേണു 14 വയസ്സിൽ ഒന്ന് സ്ഥിരീകരിച്ചെന്നിരിക്കട്ടെ, ക്യാൻസർ സ്ഥിരീകരിച്ചു, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ രേണുവിൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ സുധിയായിട്ട്? ഓക്കെ, ഇപ്പോൾ സുധി ഇപ്പോൾ കല്യാണം കഴിച്ചു, രേണുവിനെ കല്യാണം കഴിച്ചാൽ ഭാര്യ ഭർത്താവാകുമ്പോൾ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കിടപ്പറയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബ്രസ്റ്റിൽ മുഴയുണ്ടെങ്കിൽ, ഇപ്പോൾ സുധി കിഴങ്ങനൊന്നുമല്ലല്ലോ, ബ്രസ്റ്റിൽ എന്തായാലും കൈവയ്ക്കാതിരിക്കത്തില്ലല്ലോ. കൈവച്ച് കഴിഞ്ഞാൽ അതിൽ മുഴയുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുധി അറിഞ്ഞില്ല? സുധി അറിയാതിരിക്കുന്ന അത്രയ്ക്കും വിവരമില്ലാത്തവരാണോ? അല്ലല്ലോ. സുധി ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരാളല്ല, രണ്ടാമത് കല്യാണം കഴിച്ചതാണല്ല. അപ്പോൾ സുധിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ
സുധി അത് കാണത്തില്ലായിരുന്നു, അത് നോക്കത്തില്ലേ? എന്തുകൊണ്ട് ഈ മുഴ, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സുധി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കും രേണുവിനെ. കാരണം രേണുവിന് സുധി ആ സമയത്ത്, അല്ല, സുധിക്ക് രേണുവിനെ ആ സമയത്ത് ഒരുപാട് ഇഷ്ടമായിരുന്നു, മരിക്കുന്നവരെ ഇഷ്ടമായിരുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, അപ്പം എന്തായാലും ഇഷ്ടം കൂടുതലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലൊരു അസുഖം വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സുധി ഒരിക്കലും കൈവിടത്തില്ല, ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കാരണം ചെറിയൊരു പൈസ ബുദ്ധിമുട്ട് കാര്യങ്ങളും കൊണ്ട് കടങ്ങളൊക്കെ വാങ്ങിച്ച് പല രീതിക്കാണ് ജീവിച്ച് എങ്കിലും മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും, നല്ല രീതിക്ക് നോക്കും എന്നുള്ളത് നമുക്കറിയാം. കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം. കടങ്ങൾ വാങ്ങിയിട്ടായാലും എങ്ങനെയായാലും ആ കാര്യത്തിലൊക്കെ സുധി മുന്നിലുണ്ടാകും. അതുപോലെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സുധി നല്ല രീതിക്ക് തന്നെയാണ് അവിടെ ആഘോഷിക്കുന്നത്, എത്ര കടത്തിലായാലും കാശൊന്നും ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന, കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ സുധി ഇങ്ങനെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്നറിഞ്ഞാൽ കൊണ്ടുപോകത്തില്ലേ? ഇല്ലേ കൂട്ടുകാരെ, പറയും, കൊണ്ടുപോകത്തില്ലേ? ഒരു പക്ഷേ ശരി, അങ്ങനെ നിന്നോട്ടെ. ഇപ്പോൾ ഒരു പക്ഷേ പറയുകയാണ് സുധി, ഇപ്പോൾ രേണു പറയുകയാണ്, ഇല്ല ആ സമയത്ത് സുധിക്ക് മനസ്സിലായില്ല, സുധി അല്ലെങ്കിൽ പിടിച്ചു നോക്കിയില്ല, അല്ലെങ്കിൽ സുധിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും അവിടെ നിൽക്കട്ടെ. ശരി, ആയിക്കോട്ടെ, മനസ്സിലായില്ല, അവന് മനസ്സിലായില്ല, അതുകൊണ്ട് അത് നോക്കിയില്ല, പ്രശ്നമില്ല, അത് അവിടെ നിന്നോട്ടെ. അടുത്തൊരു ചോദ്യം ചോദിക്കാം. അവർ പിടിച്ചു നോക്കിയില്ല, കാര്യങ്ങളൊക്കെ ആയില്ല, ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഋതപ്പൻ എങ്ങനെ ഉണ്ടായി? ഋതപ്പന് വായൊന്നും വരൂലല്ലോ. നിങ്ങൾ തമ്മിൽ രണ്ടുപേരും അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ വരുന്നത് ഋതപ്പൻ. ശരി, ഋതപ്പൻ ജനിക്കും, ഋതപ്പനെ നീ ഗർഭിണിയായി, രേണു ഋതപ്പനെ ഗർഭിണിയാകുമ്പോൾ എന്തായാലും മൊത്തത്തിൽ നാട്ടുനടപ്പാണ് അമ്മയുടെ ബോഡി ചെക്കപ്പ്, A to Z ഫുൾ ചെക്കിങ്. അതായത് ഈവൻ HIV വരെ ഫുൾ ചെക്ക് ചെയ്താണ് അമ്മ ഗർഭിണിയായി കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അത് കണക്ക് ഫുൾ ബോഡി ചെക്കപ്പ്, ബ്ലഡ് ടെസ്റ്റ്, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇട്ടാണ് ഒരമ്മയെ പൂർണ്ണ ഗർഭിണിയായി പ്രസവത്തിലേക്ക് നയിക്കുന്നത്. അത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു ടെസ്റ്റാണ്, അത് എല്ലാവർക്കും ചെയ്യുന്നതാണ്. അപ്പോൾ ജാതിയോ മതമോ കാര്യങ്ങളൊന്നുമല്ല. ഈ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡോക്ടർമാർ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ആ ടെസ്റ്റിലും ഈ ഒരു അസുഖം ആരും കണ്ടില്ലേ? ആരും കണ്ടില്ലേ? അല്ല, എനിക്ക് അറിഞ്ഞൂടത്തിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അത് ആ സമയത്തും ആരും കണ്ടില്ലേ? കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 14ാമത്തെ വയസ്സിൽ ക്യാൻസർ ഉണ്ട് എന്ന് രേണു പറഞ്ഞത് പ്രകാരം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വീട്ടുകാരോട് പോലും പറയാതെ മറച്ചു വെച്ച ഈ ക്യാൻസർ സുധി കല്യാണം കഴിച്ചുകൊണ്ടുവന്നപ്പോൾ സുധി കണ്ടില്ല, ആ മുഴ കണ്ടില്ല. ഗർഭിണിയായ സമയത്ത്, ഋതപ്പനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഈ ടെസ്റ്റുകൾ അത്രയും ചെയ്തിട്ടും കണ്ടില്ല, അല്ലേ? ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേണു. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്നവർ ഇതിനൊരു മറുപടി നിങ്ങൾ എനിക്ക് തരിക. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറയുക. അത് ഇപ്പോൾ ശരി, ഡോക്ടറും കണ്ടില്ലെന്ന് വെക്കുക. ഈ ക്യാൻസർ രോഗം പിടിച്ച് ബ്രസ്റ്റിൽ ക്യാൻസറായ ഒരു സ്ത്രീകളും ബ്രസ്റ്റിൽ തൊടാൻ പോലും പറ്റത്തില്ല, അത്രമേൽ വേദനയാണ്, സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ പലവരെയും കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും നമുക്ക് അറിയാവുന്നവരുണ്ട്, വീട്ടിനടുത്തുള്ളവരുണ്ട്, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, ഇങ്ങനെ പലവർക്കും ഈ അസുഖം വന്നിട്ടുള്ളവരുണ്ട്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിൽ തുടരുന്നതുകൊണ്ട് അസുഖം കുറഞ്ഞവരുണ്ട്, ഇപ്പോഴും മരുന്ന് കഴിച്ചിട്ടുണ്ടിരിക്കുന്നവരുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഋതപ്പൻ ജനിച്ചതിന് ശേഷം ഋതപ്പൻ്റെയും ടെസ്റ്റ് നടത്തിയിട്ട് അതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷം, നല്ലത്. ഈ ഋതപ്പന് ഈ രേണു മുലയൊട്ടാതെയാണോ വളർത്തിയത്? ആണോ? അതേ കുപ്പിപ്പാലാണോ കൊടുത്തത്? ചിലപ്പോൾ ഈ പറയും, ചിലപ്പോൾ കുപ്പിപ്പാലാണ് ഞാൻ കൊടുത്തത്, മുലയൊട്ടിയിട്ടില്ല, അല്ലേ? ഒരു കുഞ്ഞിന് മുലയൊട്ടാതെ എന്തായാലും വളർത്തിക്കാണില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നീ മുലയൂട്ടിയിട്ടില്ലെങ്കിൽ അത് നിൻ്റെ അതെനിക്കറിയില്ല. അങ്ങനെ മുലയൂട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഋതപ്പൻ നിൻ്റെ മുലപ്പാൽ കുടിച്ച് വളർന്നതാണ് എങ്കിൽ ആ സമയത്ത് നിനക്ക് പെയിൻ ഉണ്ടായിട്ടില്ലേ? കാര്യം ബ്രസ്റ്റിൽ മുഴയുള്ള ഒരാൾ, ക്യാൻസറുള്ള ഒരാൾ, ആ ബ്രസ്റ്റിൽ നിന്ന് എങ്ങനെ പാൽ കൊടുക്കാനാണ്?
എങ്ങനെയാണ് കഴിയുന്നത് പറയും. അപ്പോഴതും നടക്കത്തില്ല. അപ്പോഴവിടെയും ഈ ക്യാൻസർ കണ്ടുപിടിച്ചില്ലേ? ആ സമയത്ത് നിനക്ക് വേദന പോലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ക്യാൻസർ നിനക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം അതുവരെയും നീ കള്ളമാണ് പറഞ്ഞതാണെന്ന് അർത്ഥം. അതിൻ്റെ പൂർണ്ണ പച്ചവെള്ളം പോലെയുള്ള സത്യമാണ്. പത്തിൽ പഠിക്കുന്ന സമയത്ത് 14 വയസ്സിൽ നിനക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞ, വീട്ടുകാരെ പോലും അറിയിക്കാതെ നിനക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, വീട്ടുകാരുടെ നിന്ന് ഒളിച്ചു വെച്ചിരുന്നു എന്ന് നീ പറഞ്ഞ ആ ഒരു അസുഖം നിനക്ക് ഇല്ലായിരുന്നു ആ സമയങ്ങളിൽ എന്നുള്ളത് പച്ചവെള്ളം പോലെ സത്യം. എന്ത് കാരണത്തിനാണ് നീ ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? എന്ത് കാരണത്തിനാണ് ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? ഒന്ന് പറയാമോ? എന്ത് കാരണത്തിനാണ്? എന്ത് നേട്ടത്തിനാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ ക്യാൻസർ രോഗം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴോ അത് എന്ത് നേട്ടത്തിന്? ഇപ്പം നിനക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഇപ്പം ക്യാൻസർ വന്നു എന്ന് പറഞ്ഞാലും മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ക്യാൻസർ തന്നെയാണ്. അതിൽ വ്യത്യാസം വരുന്നില്ല. അതിന് പഴക്കം കൂടുതലുള്ളത് എന്ന് കാണിക്കാനായിരുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ 4ാം സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയുന്ന രേണു ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്കല്ല, നീ കോപിഷ്ഠയായി ഒക്കെ വീഡിയോ ചെയ്യുകയും ആ കിടക്കയിൽ കാണിച്ചു കൂട്ടുന്ന വീഡിയോകളും ദേഷ്യപ്പെടുന്നതും, ഒരു 4ാം സ്റ്റേജിൽ കിടക്കുന്നത് എനിക്കറിയാവുന്നുള്ളൊരു പയ്യനുണ്ട്. അവന് 4ാം സ്റ്റേജ് കഴിഞ്ഞ് അവന് സംസാരിക്കാൻ പോലും വയ്യ, ആഹാരം പോകുന്നില്ല, ആഹാരം കഴിക്കുന്നതൊക്കെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 4ാം സ്റ്റേജ് കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ ഇത്രയും രൂക്ഷമായ രീതിയിൽ വീഡിയോ ചെയ്യുക, വെറുതെ സോഷ്യൽ മീഡിയ കിടന്ന് ആൾക്കാരുമായിട്ട് അടിയുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന നിൻ്റെ രീതികൾ കാണുമ്പോൾ ഈ 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞതും കള്ളമാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എനിക്കതേ വിശ്വസിക്കാൻ പറ്റും. കാരണം 1ാമത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റും. കാര്യം അത്രത്തോളം പെയിൻ ഉണ്ടാകുന്നില്ല എന്നായിരിക്കും അതിൻ്റെ കാരണം. പക്ഷേ ക്യാൻസറാണ്, വലിയ രോഗം തന്നെയാണ്, അതിൻ്റേതായ പെയിൻ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മാനിക്കുന്നു. ആ രോഗത്തോട് ഞാൻ മാനിക്കുന്നു. കാര്യം നീ ആ പറഞ്ഞതിനൊക്കെ ഞാൻ യോജിക്കുന്നു, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ കള്ളത്തരങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. അത് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ഇതിനുള്ള മറുപടി എന്ന് പറയണം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണോ? എൻ്റെ അറിവിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ അറിവ് വെച്ചുകൊണ്ട്, എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും. എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ. കാര്യം എൻ്റെ അറിവിൽ വെച്ചുകൊണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഇത് പറ്റുന്നില്ല, അത്രത്തോളം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ക്യാൻസർ രോഗമാണ്, ഇത്തിരി 4ാമത്തെ സ്റ്റേജായി, 10ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുക തന്നെയാണ് ചെയ്തത്. കാര്യം രേണു സ്വാഭാവികമായി എല്ലാ വീഡിയോയിലും ആൾക്കാരെ പറ്റിക്കുകയാണ്. ആൾക്കാരെ കബളിപ്പിക്കുക, ആൾക്കാരോടുത്ത് കള്ളങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നിലും കള്ളമാണ്, എല്ലാം സത്യമില്ലെന്നും നിലപാടുകളില്ലെന്നും ഉള്ളത് പച്ചവെള്ളം പോലെ നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ഈ ഒരു അസുഖത്തെപ്പറ്റി ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ്, അതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു, അതാണ് ഇപ്പോഴും മനസ്സിലാവാത്തത്. ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ഒരു കള്ളത്തരങ്ങൾ പറഞ്ഞ് മൂക്കിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്കിപ്പിടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത് രേണു തന്നെ പറയണം, രേണു പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പടച്ച് ആൾക്കാരെ പറ്റിച്ച് ആൾക്കാരെ മുമ്പിൽ ഈ രൂപത്തിൽ സിമ്പതി പിടിച്ചു പറ്റാനായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടോ? സബ്സ്ക്രിപ്ഷനും അതും ഇതുമൊക്കെ ചെയ്ത് കാശുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ആൾക്കാർ സെലിബ്രിറ്റീസൊക്കെ നിന്നെ സഹായിക്കാൻ ഘോരം പ്രസംഗിച്ചുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും അല്ലല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സിമ്പതിയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്ത് കാരണത്തിന്, എന്താവശ്യത്തിനാണ്? എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അത് കണക്ക് കൂട്ടി തന്നെയാണ് രേണു ഇതിനിറങ്ങിയെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം
ഈ കേട്ട കാര്യങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം ദയവ് ചെയ്തൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തൂ. അതുപോലെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ച് ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, മറ്റുള്ളവരിലും എത്തട്ടെ, എല്ലാവരും അഭിപ്രായങ്ങളും കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണാം, അടുത്തൊരു വിഷയവുമായി. ബൈ.